ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലെ പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താനും കോടതി നിർദ്ദേശിച്ചു. വർഷങ്ങളായി തുടരുന്ന ആചാരമാണെന്നും അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തി. വൃശ്ചിക മാസത്തിലെ നടത്തേണ്ട ഏകാദശി പൂജ തുലാമാസത്തിലേക്കാണ് ഭരണസമിതി മാറ്റിയത്. ആചാര ലംഘനമാണെന്നും തീരുമാനം റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടി പുഴക്കര ചേനാസില്ലത്തെ അംഗങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ഉണ്ടാകാതെ വന്നതോടെയാണ് തന്ത്രികുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നും ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിനെതിരാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏകാദശി ദിവസം വ്രതം നോറ്റ് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുന്നത്. ഉദയാസ്തമന പൂജ സമയത്ത് പലതവണ നട അടയ്ക്കേണ്ടതായി വരുമെന്നും ഇത് ഭക്തർക്ക് അസൗകര്യമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തുലാം മാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. പൂജ ആചാരമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും അതിനാൽ തന്നെ ആചാര ലംഘനം നടക്കുന്നില്ലെന്നതായിരുന്നു ഭരണസമിതിയുടെ വാദം.